Hello everyone, welcome to my channel Computer Science Hub. ഇന്ന് നമ്മളൊരു പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇതൊരു പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെഷൻ അല്ല. പകരം BSc BCA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തിയറി കം പ്രാക്ടിക്കൽ പേപ്പറാണ് ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇതാണ് കോഴ്സ് കോഡ് BCA 6B11 BCS 6B11 ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ്. സോ ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറി ക്ലാസ്സസ് ആണ് ഈ ഒരു പ്ലേലിസ്റ്റിനകത്ത് ഉണ്ടാവുന്നത്. അപ്പം അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസും ഉണ്ടായിരിക്കും. അല്ലാതെ ഒരു ഒരു പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെഷൻ, ഒരു പ്ലേലിസ്റ്റ് അല്ല ഇത്. ഇതൊരു തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ. ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്. ഇതാണ് ആൻഡ്രോയിഡ്, ഹിസ്റ്ററി ഓഫ് ആൻഡ്രോയിഡ് ആൻഡ് വേർഷൻസ് ഓഫ് ആൻഡ്രോയിഡ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് നമുക്ക് മൊഡ്യൂൾ യൂണിറ്റ് 1ൻ്റെ സിലബസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? സോ ഇൻട്രൊഡ്യൂസിങ് ദ ആൻഡ്രോയിഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം ആൻഡ് ഹിസ്റ്ററി ഓഫ് ആൻഡ്രോയിഡ്. Then Android software stack, important ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡെവലപ്പിംഗ് എൻഡ് യൂസർ ആപ്ലിക്കേഷൻ യൂസിങ് ആൻഡ്രോയിഡ് SDK, ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ്, അതിനെപ്പറ്റി ആൻഡ്രോയിഡ് ജാവ പാക്കേജസ്, സെറ്റിംഗ് അപ്പ് ദ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്, ഇൻസ്റ്റാളിംഗ് ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് ടൂൾസ് ADT, ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ്സ് ഓഫ് ആൻഡ്രോയിഡ്, ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസസ് റണ്ണിംഗ് ഓൺ റിയൽ ഡിവൈസ്, സ്ട്രക്ചർ ഓഫ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആൻഡ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ. സോ ഇത്രയാണ് 12 തിയറി പ്ലസ് 3 ലാബാണ് നമ്മളുടെ ഒരു അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. ആൻഡ് അതിൽ തന്നെ ഹിസ്റ്ററി ഓഫ് ആൻഡ്രോയിഡ്, വാട്ട് ഇസ് ആൻഡ്രോയിഡ് ആൻഡ് ദ വേർഷൻസ് ഓഫ് ആൻഡ്രോയിഡ്, അത്രയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വാട്ട് ഇസ് ആൻഡ്രോയിഡ്. സോ എന്താണ് ഒരു ഡെഫിനീഷൻ ആൻഡ്രോയിഡിൻ്റെ? ഇപ്പം നമുക്ക് ആൻഡ്രോയിഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് ആയിരിക്കാം, ടാബ്ലറ്റ് ആൻഡ്രോയിഡ് ആയിരിക്കാം, വാച്ചസ് ഉണ്ടായിരിക്കാം, TVs ഉണ്ടായിരിക്കാം, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? സോ ആക്ച്വലി ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ പാക്കേജ്. ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണ് ആൻഡ് ആൻ ഓപ്പൺ സോഴ്സ് ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ മൊബൈൽ ഡിവൈസസ് സച്ച് ആസ് സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണ് ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മളിപ്പോൾ വിൻഡോസ് പറയുന്ന പോലെയോ ലിനക്സ് പറയുന്ന പോലെയോ അങ്ങനെയൊക്കെയുള്ള ഒരു ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നമ്മൾ ആപ്പിളിൻ്റെ iOS പറയാറുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഫോർ മൊബൈൽ ഡിവൈസസ് സച്ച് ആസ് സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സ്. ഇനി ആൻഡ്രോയിഡ് ഓഫേഴ്സ് യൂണിഫൈഡ് അപ്രോച്ച് ടു ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഫോർ മൊബൈൽ ഡിവൈസസ്. അപ്പോൾ ഈ മൊബൈൽ ഡിവൈസസിൻ്റെ ഡെവലപ്മെൻറ്റിനുള്ള യൂണിഫൈഡ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. യൂണിഫൈഡ് അപ്രോച്ച് മീൻസ് നമ്മൾ ഡെവലപ്പേഴ്സ് നീഡ് ഓൺലി ഡെവലപ്പ് ഫോർ ആൻഡ്രോയിഡ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ ഷുഡ് ബി ഏബിൾ ടു റൺ ഓൺ ഡിഫറെൻറ്റ് ഡിവൈസസ് പവർഡ് ബൈ ആൻഡ്രോയിഡ്. അപ്പോൾ അവരൊരു ആൻഡ്രോയിഡിന് വേണ്ടി ഡെവലപ്പ് ചെയ്താൽ മതി. ദെൻ ആൻഡ്രോയിഡ് എവിടെയൊക്കെ റൺ ചെയ്യാമെന്നോ അവിടെയെല്ലാം ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിലും ഡിഫറെൻറ്റ് ഡിവൈസസിലും ഈ ഒരു എന്താ പറയുക ആപ്പ് തന്നെ, അല്ലെങ്കിൽ ആ ഒരു അതന്നെ ആപ്പ് തന്നെ വർക്ക് ആയിക്കോളും. ഇപ്പം ആൻഡ്രോയിഡിന് വേണ്ടി ഡെവലപ്പ് ചെയ്താൽ മതി, ആൻഡ്രോയിഡ് റൺ ചെയ്യുന്ന എല്ലാ പ്ലാറ്റ്ഫോംസിലും റൺ ആയിക്കോളും. അതാണ് ആൻഡ്രോയിഡിൻ്റെ ഉള്ള യൂണിഫൈഡ് അപ്രോച്ച് ടു ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ നമ്മൾ ആൻഡ്രോയിഡിൻ്റെ ലോഗോ, ഈ ഒരു റോബോട്ടാണ് സാധാരണ കാണാറല്ലേ, ഇതുപോലത്തെ റോബോട്ട്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ ആൻഡ്രോയിഡിൻ്റെ ലോഗോ എന്ന് പറയുന്നത് അത് ഐറീന ബ്ലോക്ക് എന്നുള്ള ഒരാളാണ് അത് ഡിസൈൻ ചെയ്തത്. ആൻഡ് വാട്ട് ഇസ് ആൻഡ്രോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് പറയുന്നത് ഇതാണ്: ദ പ്ലാറ്റ്ഫോം ദാറ്റ്സ് ചേഞ്ചിങ് വാട്ട് മൊബൈൽ ക്യാൻ ഡു. ഇനി ദ ഹിസ്റ്ററി ഓഫ് ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? So Android Incorporation was founded in Palo Alto of California by Andy Rubin, Rich Miner, Nick Sears and Chris Weiss in 2003. അപ്പോൾ 2003ലാണ് നമ്മളുടെ ആൻഡ്രോയിഡിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 4 പേര് കൂടിയിട്ടാണ് ഒരു ചെറിയ കമ്പനി തുടങ്ങുകയാണ്. ആൻഡ് ആക്ച്വലി അവർ തുടങ്ങുന്നത് ഡിജിറ്റൽ ക്യാമറാസിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനാണ് അവർ തുടങ്ങിയത്. പക്ഷേ ഒരു 4 or 5 months later ആണ് അവർ പിന്നെ അവരുടെ ആ ഒരു എയിം ഒന്ന് മാറ്റുന്നത്. ആൻഡ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് 2005 ആയപ്പം ആൻഡ്രോയിഡ് ഇൻകോർപ്പറേഷൻ വാസ് അക്വയർഡ് ബൈ ഗൂഗിൾ ടു സ്റ്റാർട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം.
അപ്പോൾ ഗൂഗിൾ അക്വയർ ചെയ്തു. ഗൂഗിൾ അക്വയർ ചെയ്തപ്പോൾ കൂടെ ഈ പറഞ്ഞ ആൾക്കാരും പോന്നു. ആൻഡി റൂബിൻ തന്നെയായിരുന്നു ഈ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റിന്റെ ഹെഡ് ആയിരുന്നത്. And Android SDK, Android Software Development Kit, was first issued as an early look release in November 5, 2007. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇയേഴ്സ് ഒക്കെ വെറുതെ നോക്കാട്ടോ. 2003 അവർ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. 2005 ഗൂഗിൾ അക്വയർ ചെയ്തു. ആൻഡ് 2007 ഫസ്റ്റ് ഏർലി ലുക്ക് റിലീസ് വന്നു. നവംബറിലായിരുന്നു, നവംബർ 5 ആ റിലീസ് ഉണ്ടായിരുന്നത്. ആൻഡ് വിത്ത് ദ ഫൗണ്ടിങ് ഓഫ് ഓപ്പൺ ഹാൻഡ്സെറ്റ് അലിയൻസ് OHA. അപ്പോൾ ഓപ്പൺ ഹാൻഡ്സെറ്റ് അലിയൻസ് എന്ന് പറഞ്ഞാൽ കൺസോർഷ്യം ഫോർ 84 ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനീസ്. അവർ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയിംഡ് ടു അഡ്വാൻസിങ് ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് ഫോർ മൊബൈൽ ഡിവൈസസ്. മൊബൈൽ ഡിവൈസസിന് എല്ലാത്തിനും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. 84 കമ്പനീസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇന്റൽ, HTC, സാംസങ്, തോഷി അങ്ങനെയുള്ള എല്ലാ കമ്പനി ഒരുപാട് കമ്പനീസ് കൂടിയിട്ടാണ് ഈ ഒരു കൺസോർഷ്യം കൊണ്ടുവരുന്നത്. HTC, സോണി, ഡെല്ല്, ഇന്റൽ, മോട്ടറോള, അങ്ങനെ ഒരുപാട് കമ്പനീസ്, ഒരു 84 കമ്പനീസ്, ടെലികമ്മ്യൂണിക്കേഷനും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കമ്പനീസൊക്കെ കൂടിയാണ് ഈ ഒരു ഓപ്പൺ ഹാൻഡ്സെറ്റ് അലിയൻസ് എന്നുള്ള ഒരു കൺസോർഷ്യം ഡെവലപ്പ് ചെയ്തത്. ആൻഡ് അവരുടെ ഡെവലപ്മെന്റിന്റെ കൂടെ തന്നെയാണ് അവരും കൂടി അംഗീകരിച്ചിട്ടാണ് നമ്മുടെ ആൻഡ്രോയിഡ് SDK November 5, 2007 ഫസ്റ്റ് റിലീസ് ആയത്. അപ്പം അങ്ങനെ വരുമ്പോൾ November 5 ആണ് നമ്മുടെ ആൻഡ്രോയിഡിന്റെ ബർത്ത്ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, November 5 കേട്ടോ. ആൻഡ് ഇൻ September 2008 HTC released T-Mobile G1, the first smartphone based on Android platform. അപ്പോൾ 2008 ഒരു ആദ്യത്തെ മൊബൈൽ റിലീസ് ആവുന്നത് T-Mobile G1. അല്ല, HTCന്റെ ആണ്, HTC Dream എന്നുണ്ട് പേര്. ദിസ് വാസ് ദ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം, ദ T-Mobile G1. ഇപ്പൊ ഇതിൽ കാണാം നമുക്ക്. ഇപ്പൊ ടച്ച് ഒന്നും അല്ലായിരുന്നു ആദ്യം, ഇങ്ങനെ സ്ലൈഡിംഗ് ആയിട്ടുള്ള കീപാഡ് ഉണ്ടായിരുന്നു. ദെൻ ഇവിടെ കുറച്ച് ബട്ടൺസ്, മെനു ബട്ടൺസ് ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ആയിരുന്നു. അപ്പൊ ഇങ്ങനത്തെയുള്ള ഇതായിരുന്നു ഫസ്റ്റ് കൊമേഴ്ഷ്യൽ റിലീസ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഫോണിന്റെ. അപ്പൊ അത് HTCയുടെ ഫോണായിരുന്നു. HTC Dream ഓർ T-Mobile G1 എന്നാണ് അതിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഹിസ്റ്ററിയിൽ പറയാനുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്ന് ജസ്റ്റ് ഒന്ന്. പിന്നെ ഈ ആൻഡ്രോയിഡിന് പേര് വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻഡി റൂബിന് ഈ റോബോട്ട്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ ഫ്രണ്ട്സ് ആയ ആളുടെ നിക് നെയിം ആയിരുന്നു ആൻഡ്രോയിഡ് എന്നുള്ളത്. അപ്പൊ ആളാണ് ഇതിന്റെ ഡെവലപ്മെന്റ് ഹെഡ് ആയതുകൊണ്ട് ആൻഡ്രോയിഡ് തന്നെ ഇട്ടു പേര്. അപ്പോൾ 2003 അത് അക്വയർ ചെയ്യുന്നത്. 2003 സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ 2005 ഗൂഗിൾ അക്വയർ ചെയ്തു. ദെൻ 2007 നമുക്ക് ആൻഡ്രോയിഡ് SDK ഇഷ്യൂ ചെയ്തു. അതിന്റെ കൂടെ തന്നെ ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ് വന്നു. ദെൻ November 5 ആൻഡ്രോയിഡിന്റെ ബർത്ത്ഡേ പറഞ്ഞിരുന്നത്. പിന്നെ 2008 ഫസ്റ്റത്തെ ഫോൺ റിലീസ് ചെയ്യുന്നത്, കൊമേഴ്ഷ്യൽ റിലീസ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് വേർഷൻ ഹിസ്റ്ററി. അപ്പോൾ ആൻഡ്രോയിഡിന്റെ വേർഷൻസ് ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ്. ദ വേർഷൻ ഹിസ്റ്ററി ഓഫ് ദ ആൻഡ്രോയിഡ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിഗാൻ വിത്ത് ദ പബ്ലിക് റിലീസ് ഓഫ് ദ ആൻഡ്രോയിഡ് ബീറ്റ ഓൺ November 5, 2007. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ November 5 ഫസ്റ്റ് റിലീസ് വരുന്നതെന്ന്. അപ്പോൾ November 5 തൊട്ടിട്ടാണ്, 2007 തൊട്ടിട്ടാണ് നമ്മളുടെ വേർഷൻ ഹിസ്റ്ററി പറയുന്നത്, പബ്ലിക് റിലീസ് പറയുന്നത്. The first commercial version was Android 1 was released on September 23, 2008. അപ്പോൾ നമ്മുടെ HTC Dream അല്ലെങ്കിൽ T-Mobile G1 എന്ന് പറയുന്നത് ആദ്യത്തെ കൊമേഴ്ഷ്യൽ റിലീസ് ആയിരുന്നു. ആൻഡ് അതിന്റെ വേർഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 1 ആണ്. സോ 1 റിലീസ് ചെയ്തത് September 23, 2008 ആൻഡ് ആൻഡ്രോയിഡ് is continually developed by Google and the Open Handset Alliance, and it has seen several updates to its base operating system since the initial release. Android 1.0 and 1.1 were not released under specific codenames, although Android 1.1 was unofficially known as Petit 4. അപ്പോൾ ആദ്യത്തെ റിലീസ് 1 ആണ്. ദെൻ അതിന്റെ അപ്ഡേഷൻ വന്നു 1.1. അവർക്കൊന്നൊരു കോമൺ നെയിം നമുക്കറിയാം. ആൻഡ്രോയിഡിന്റെ കുറെ വേർഷൻ നെയിം നമുക്കറിയാം, നമ്മൾ അതിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കോമൺ നെയിമിലൊന്നും ആയിരുന്നില്ല. പക്ഷെ ആൻഡ്രോയിഡ് 1.1 അൺഒഫീഷ്യലി പെറ്റിറ്റ് 4 എന്നുള്ളൊരു നെയിം ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് Android code names were confectionery themed and have been alphabetical order since 2009 Android 1.5 Cupcake.
സോ കോൺഫെക്ഷണറി തീംഡ് ആയിരുന്നു. എന്താ സ്വീറ്റ്സിന്റെ നെയിം ആയിരുന്നു ആൻഡ്രോയിഡിന്. നമുക്കറിയാം, നമുക്ക് ആൻഡ്രോയിഡിന്റെ പേര് അറിയുന്ന എല്ലാതും നോക്കിയാൽ എല്ലാതും ഒരു സ്വീറ്റ്സിന്റെ നെയിം ആയിരുന്നു. അപ്പൊ സ്വീറ്റ്സിന്റെ നെയിമാണ്. അതുപോലെ തന്നെ അത് ആൽഫബറ്റിക്കൽ ഓർഡറിലും ആയിരുന്നു. അപ്പൊ ആദ്യത്തത് ഫസ്റ്റ് വേർഷൻ 1 എന്നുള്ളത് എ, 1.1 എന്നുള്ളത് ബി, അങ്ങനെയാണ് നമ്മൾ എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വേർഷൻസ് 1.5 തൊട്ടിട്ട് സി കപ്പ് കേക്ക് തൊട്ടാണ് നമ്മുടെ വേർഷൻസ് വരുന്നത്. The Google entered the confectionery theming scheme in 2019, beginning with Android 10. ഇപ്പോൾ ലേറ്റസ്റ്റ് ഓൾമോസ്റ്റ് ഒരുവിധം ഫോണിലുള്ളത് ആൻഡ്രോയിഡ് 10 ആയിരിക്കും. അപ്പോൾ ആൻഡ്രോയിഡ് 10 തൊട്ടിട്ട് ഈ കോൺഫെക്ഷണറി തീമിംഗ് സ്കീം നിർത്തിവെച്ചു. പിന്നെ ഇപ്പോൾ വേർഷൻ നമ്പറിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് 10, 11 അങ്ങനെയാണ് ഇനി പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയാണ് വേർഷന്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ദ മോസ്റ്റ് റീസെന്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഇസ് ആൻഡ്രോയിഡ് 11. ഇപ്പോൾ ഈ ഒരു പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 11 ആണ്. ആൻഡ് ഇറ്റ് വാസ് റിലീസ്ഡ് ഓൺ September 8, 2020. ആൻഡ് ഒരുവിധം ഒരുപാട് സിസ്റ്റംസിലൊന്നും ഇത് അവൈലബിൾ അല്ല. പിക്സൽ, OnePlus അതുപോലെയുള്ള കുറച്ച് ഡിവൈസസിൽ മാത്രമാണ് ഇപ്പോൾ ആൻഡ്രോയിഡ് 11 അവൈലബിൾ ആയിട്ടുള്ളത്. സോ ദിസ് ഇസ് ദ വേർഷൻ ഹിസ്റ്ററി. ഇതിൽ ആൻഡ്രോയിഡ് 11 ഇൻക്ലൂഡഡ് അല്ല, ബാക്കി എല്ലാതും ഉണ്ട്. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് നോക്കാമെന്ന് മാത്രം. നോ ഫസ്റ്റ് വേർഷൻ കോഡ് നെയിം ഇല്ല. സെക്കൻഡ് Petit Four, then 1.5 is Cupcake, 1.6 is Donut, 2 to 2.1 is Eclair, 2.2 to 2.2.3 is Froyo, 2.3 to 2.3.7 Gingerbread, then Honeycomb, Ice Cream Sandwich, Jelly Bean, Kit Kat, Lollipop, Marshmallow, Nougat, Oreo, Pie, Android 10. ഇയാൾക്ക് വേറെ പേരൊന്നുമില്ല. ആൻഡ് ലാസ്റ്റ് ആൻഡ്രോയിഡ് 11 ആണ് ഇപ്പോഴത്തെ. അപ്പം September 3, 2019 ആൻഡ്രോയിഡ് 10 വന്നത്. ആൻഡ് 2020 സെപ്റ്റംബറിൽ തന്നെ ആൻഡ്രോയിഡ് 11 വന്നു. അപ്പോൾ നമുക്കിനി ഓരോന്നിൻ്റെയും ജസ്റ്റ് ഒന്ന് മെയിൻ ഫീച്ചേഴ്സ് മാത്രം നോക്കിയപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ആക്ച്വലി നമ്മുടെ സിലബസ് വൈസ് നമുക്ക് ഹിസ്റ്ററി മാത്രം മതി. എന്നാലും ഒരു ഇൻട്രോ എന്നുള്ള നിലയ്ക്കാണ് നമ്മളിത് എല്ലാതും നോക്കാൻ പോകുന്നത്. ആൻഡ്രോയിഡിൽ ഒരു ഗ്രിപ്പ് കിട്ടിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങാം എന്ന് വെച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ് കേക്കിന്റെ ലോഗോ. കപ്പ് കേക്ക് 1.5. സോ റിലീസ്ഡ് ഇൻ April 2009. അപ്പോൾ 2008 ഫസ്റ്റ് റിലീസ് വന്നു. അതിനുശേഷം 2009 കപ്പ് കേക്ക് വരുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ടു ഹാവ് ആൻ ഓൺ സ്ക്രീൻ കീബോർഡ്. നമ്മൾ HTC ഡ്രീം കണ്ടല്ലോ, അതായത് സ്ലൈഡിംഗ് കീബോർഡ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഓൺ സ്ക്രീൻ കീബോർഡ് വരുന്നത് 2009 കപ്പ് കേക്ക് തൊട്ടിട്ടാണ്. And the ability to upload videos to YouTube, support for third-party keyboard, features like automatically rotating font screen to the right position. നമ്മുടെ റൊട്ടേഷൻ ലോക്കും ഓട്ടോ റൊട്ടേറ്റും എല്ലാം ഉണ്ടല്ലോ, അങ്ങനത്തെ ഫീച്ചേഴ്സ്. അതുപോലെ ഇതൊക്കെയായിരുന്നു മേജർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ദ ഫസ്റ്റ് സാംസങ് ഗാലക്സി ഫോൺ ഹാഡ് ആൻഡ്രോയിഡ് 1.5 കപ്പ് കേക്ക്. സാംസങ്ങിന്റെ ഗാലക്സി സീരീസിൽ ആദ്യം റിലീസായത് ഈ 1.5 കപ്പ് കേക്ക് ആണ് ഫസ്റ്റ്. അപ്പോൾ ABC കഴിഞ്ഞു. നെക്സ്റ്റ് D ആണ് ഡോനറ്റ്. ഡോനറ്റിന്റെ ഷേപ്പ് കണ്ടില്ലേ. സോ ഡോനറ്റ് 1.6 ആണ് ലോഗോ. And the main feature was that it supported carriers that use CDMA based network. ഇപ്പോൾ മൊബൈൽ നെറ്റ്വർക്കിന്റെ ആണ് GSM CDMA സപ്പോർട്ട് ചെയ്യുന്നതാണ് ഡോനറ്റ് വേർഷൻസ്. എബിലിറ്റി ഫോർ ദ OS ടു ഓപ്പറേറ്റ് ഓൺ എ വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസസ് ആൻഡ് റെസൊല്യൂഷൻ. അതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസസിലും റെസൊല്യൂഷനിലും വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി. Then it also include features like quick switching between the cameras, camcorder and gallery. നമ്മളിപ്പോൾ നമ്മുടെ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലേ 3 ഓപ്ഷൻ ആയിട്ട് ക്യാമറ ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും, ഗാലറി ഉണ്ടാവും. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1.6 അതുപോലെ ക്വിക്ക് സെർച്ച് ബോക്സ് ഉണ്ടല്ലോ, സെർച്ച് ബോക്സ് വന്നത് ആൻഡ്രോയിഡ് 6 നെക്സ്റ്റ് ആൻഡ്രോയിഡ് 2.0 to 2.1 എക്ലെയർ. എക്ലെയർ എന്ന് പറയുമ്പോൾ ഇതാണ് ലോഗോ വന്നത്. അപ്പോൾ ഇതിനകത്താണ് ഫസ്റ്റ് ആൻഡ്രോയിഡ് വേർഷൻ വിത്ത് ടെക്സ്റ്റ് ടു സ്പീച്ച് സപ്പോർട്ട്, ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവേർഷൻ ഒക്കെ വന്നത് ഇതിനകത്താണ്. ആൻഡ് ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് മൾട്ടിപ്പിൾ അക്കൗണ്ട്. നമ്മുടെ ജിമെയിൽ ആയാലും മൾട്ടിപ്പിൾ അക്കൗണ്ട് സപ്പോർട്ട് ചെയ്യും, ലൈവ് വാൾപേപ്പേഴ്സ്, നാവിഗേഷൻ. ഗൂഗിൾ മാപ്സ് വന്നത് ആൻഡ്രോയിഡ് 2 തൊട്ടിട്ടാണ് കേട്ടോ, എക്ലെയർ തൊട്ടിട്ടാണ് ഗൂഗിൾ മാപ്സ് സപ്പോർട്ട് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഫസ്റ്റ് സ്മാർട്ട് ഫോൺ വിത്ത് ആൻഡ്രോയിഡ് 2 വേർഷൻ വാസ് ദ മോട്ടറോള ഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോണായിരുന്നു ആൻഡ്രോയിഡ് 2 വെച്ചിട്ടുള്ള ആദ്യത്തെ സ്മാർട്ട് ഫോൺ. ദെൻ ഫ്രോയോ, ഫ്രോസൺ യോഗurt, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഫ്രോയോ. ആൻഡ് വാസ് ഇൻക്ലൂഡ് ഇൻ May 2010. ലോഞ്ച് ചെയ്തത് May 2010.
ആൻഡ് വൈഫൈ ഹോട്ട്സ്പോട്ടാണ് ഇതിൻ്റെ മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ മെനി അതർ ഫീച്ചേഴ്സ് ലൈക്ക് ഫ്ലാഷ് സപ്പോർട്ട്, പുഷ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവില്ല, പുഷ് നോട്ടിഫിക്കേഷൻ വയ ആൻഡ്രോയിഡ് ക്ലൗഡ് ടു ഡിവൈസ് മെസ്സേജിങ് സർവീസ് എക്സെട്ര. നെക്സ്റ്റ് 2.3 ജിഞ്ചർ ബ്രെഡ്. ഇതാണ് ജിഞ്ചർ ബ്രെഡ്. അപ്പോൾ 2010 ഈ ജിഞ്ചർ ബ്രെഡ് വരുന്നത്. കുറച്ചും കൂടിയും UI ഡിസൈൻ ഒക്കെ ഉണ്ടല്ലോ, യൂസർ ഇന്റർഫേസ് ഡിസൈൻ കുറച്ചും കൂടിയും അപ്ഡേറ്റഡ് ആയി. അങ്ങനെ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ആൻഡ് ഈസ് ഓഫ് യൂസ്. ദെൻ സപ്പോർട്ട് ഫോർ എക്സ്ട്രാ ലാർജ് സ്ക്രീൻ സൈസസ് ആൻഡ് റെസൊല്യൂഷൻ. അപ്പോൾ ആദ്യത്തെ ഫോൺ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഫോൺ സൈസ് ഒക്കെ വളരെ കൂടുതലാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ലാർജ് സൈസിനുള്ള സപ്പോർട്ടും റെസൊല്യൂഷൻസും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി ജിഞ്ചർ ബ്രെഡ് തൊട്ടിട്ട്. അതുപോലെ നേറ്റീവ് സപ്പോർട്ട് ഫോർ SIP, വോയിസ് ഓവർ ഇന്റർനെറ്റ് ടെലിഫോൺസ്. അതുപോലെ ഇംപ്രൂവ് ടെക്സ്റ്റ് ഇൻപുട്സ് യൂസിങ് വിർച്വൽ കീബോർഡ്, ബെറ്റർ ടെക്സ്റ്റ് സജഷൻ. നമ്മുടെ ഡിക്ഷണറി ഒക്കെ വരും, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഡിക്ഷണറി ഒക്കെ വരില്ലേ, അതുപോലെ ടെക്സ്റ്റ് സജഷൻസ് ആൻഡ് വോയിസ് ഇൻപുട്ട് ക്യാപ്പബിലിറ്റി. ഇതെല്ലാം ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ആയിരുന്നു, മേജർ ഫീച്ചേഴ്സ് ആയിരുന്നു. വൺ ഓഫ് ദ കീ ഫീച്ചേഴ്സ് വാസ് ഇറ്റ് സപ്പോർട്ട് ഫോർ യൂസിങ് NFC, നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ഫംഗ്ഷൻ. സ്മാർട്ട് ഫോൺസിന്റെ NFC ഇതിനകത്തായിരുന്നു ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഹണി കോംബ്, ഇതാ കണ്ടില്ലേ, ഹണി കോംബ് was launched to be installed only for tablets and mobile devices with larger screens. ഇപ്പോൾ ഈ ഹണി കോംബ് വരുന്നത് നോർമൽ ഫോൺസിന് വേണ്ടിയിട്ടല്ല, ടാബ്ലറ്റ്സിനും അല്ലെങ്കിൽ വലിയ സ്ക്രീനുള്ളവർക്ക് വേണ്ടി മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത വേർഷൻ ആയിരുന്നു ഈ ഹണി കോംബ്. ഗൂഗിൾ aimed for features that could not be handled by smartphone with a smaller screen. ബട്ട് ഹണികോം ended up as a version that not really require. അപ്പോൾ ഓൾമോസ്റ്റ് പിന്നെ അങ്ങോട്ട് എല്ലാതും എന്താ പറയുക, സൈസ് ഒരുപാട് കൂടിയ മൊബൈൽ ഫോൺസ് ആയിരുന്നു, സ്ക്രീൻ സൈസ് കൂടിയ മൊബൈൽ ഫോൺസ് ആണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു OSന്റെ ആവശ്യമില്ല എന്നായി. അങ്ങനെ ഹണികോംബ് പിന്നെ അത് യൂസ് ചെയ്തിട്ടില്ല. ദെൻ ഹണികോംബിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അടുത്ത നെക്സ്റ്റ് മേജർ വേർഷനിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. മോസ്റ്റ് ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ഹണികോം were integrated with the next major version of Android. Next, Android 4 ice cream sandwich. കണ്ടോ, ice cream sandwich. And the features of the previous version, നമ്മുടെ ഹണികോംബിന്റെ വേർഷൻസ് ഒക്കെ ഇതിനകടെ കൂടെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ആൻഡ് ദിസ് വാസ് ദ ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ദ ഫീച്ചർ ടു അൺലോക്ക് ദ ഫോൺ യൂസിങ് ഇറ്റ്സ് ക്യാമറ. അപ്പോൾ നമ്മുടെ ക്യാമറ, അതായത് ഫോൺ അൺലോക്ക് ചെയ്യുന്നല്ലോ, ഫേസ് ഡിറ്റക്ഷൻ വെച്ചിട്ട് ക്യാമറ വെച്ചിട്ട് അൺലോക്ക് ചെയ്യുന്നത് ഇതിനകത്താണ് വന്നത്. അതുപോലെ അതർ നോട്ടബിൾ ചേഞ്ചസ് വിത്ത് ഐസ് ക്രീം സാൻഡ്വിച്ച് ഇൻക്ലൂഡഡ് സപ്പോർട്ട് ഫോർ ഓൾ ദ ഓൺ സ്ക്രീൻ ബട്ടൺസ് വന്നു. എബിലിറ്റി ടു നമ്മുടെ ഡാറ്റ യൂസേജ് ഒക്കെ ഉണ്ടല്ലോ, മൊബൈലും വൈഫൈ ഡാറ്റ യൂസേജ്. അതുപോലെ നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവില്ലേ, ഡിലീറ്റ് ആയി പോകുമല്ലോ, ക്ലിയർ ആയി പോകുമല്ലോ. അങ്ങനെ സ്വൈപ്പ് ഗസ്റ്റേഴ്സ് കൊണ്ടുവന്നത്, ഡിസ്മിസ് നോട്ടിഫിക്കേഷൻസ് ആൻഡ് ബ്രൗസർ ടാബ്സ്, ഇതൊക്കെ കൊണ്ടുവന്നത് ഐസ്ക്രീം സാൻഡ്വിച്ചിനകത്തായിരുന്നു. നെക്സ്റ്റ് ജെല്ലി ബീൻ. കണ്ടോ, ഇതാണ് ജെല്ലി ബീൻ്റെ ലോഗോ. The notification part was improved a lot in this version. Full support for Google Chrome was included. Android's touch responsiveness was also improved. Jelly Bean was collectively the first Android version to support emoji and screen servers that are natively done. അപ്പോൾ നമുക്ക് ഭയങ്കര കൂടുതൽ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോഴത്തെ ഇമോജി. അപ്പോൾ ഇമോജീസും സ്ക്രീൻ സെർവേഴ്സും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തത് ജെല്ലി ബീൻ തൊട്ടിട്ടായിരുന്നു. കിറ്റ് കാറ്റ്. അപ്പോൾ ആൻഡ്രോയിഡ് നമ്മുടെ കിറ്റ് കാറ്റ് എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ബ്രാൻഡ് നെയിം വാങ്ങിക്കുകയാണ് ചെയ്തത് ഇതിന് വേണ്ടിയിട്ട്. ആൻഡ് കിറ്റ് കാറ്റ് ഡു നോട്ട് ഹാവ് മെനി ഫീച്ചേഴ്സ്. വൺ മെയിൻ ഫീച്ചർ വാസ് ദാറ്റ് കിറ്റ് കാറ്റ് കുഡ് റൺ ഓൺ സ്മാർട്ട് ഫോൺസ് വിത്ത് ഈവൻ എ 512 MB റാം. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി കുറവുള്ള സിസ്റ്റംസിൽ വരെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറായിരുന്നു കിറ്റ് കാറ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. It was because KitKat used the Android runtime through experimental, instead of the Dalvik virtual machine originally used by Android. അപ്പോൾ ഇതിലേക്ക് നമ്മൾ, അതായത് ഇതിൻ്റെ ഹാർഡ്വെയർ പാർട്ടാണ്, ഇതിലേക്ക് നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഡാൽവിക് വെർച്വൽ മെഷീൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു, നമ്മുടെ കമ്പൈലറൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതുമാതിരി ഒരു കൺസെപ്റ്റാണ്. അതിന് പകരം ആൻഡ്രോയിഡ് റൺ ടൈം ആണ്, കുറച്ചും കൂടിയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് റൺ ടൈം ആണ് കിറ്റ് കാറ്റ് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കിറ്റ് കാറ്റിന് ഇതുപോലെ റാം കുറവുള്ള സിസ്റ്റത്തിലും ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്നത്. ഇനി ലോലിപോപ്പ്. ഇതാ ലോലിപോപ്പ് പിടിച്ച് നിൽക്കുന്നത് ആൻഡ്രോയിഡ് 5 ലോലിപോപ്പ്. Google's new material design language was first introduced in Lollipop. അപ്പോൾ ഗൂഗിളിൻ്റെ ഡിസൈനിലുള്ള ചേഞ്ചസ് ഒരുപാട്, UI ഡിസൈൻസ് മാറ്റി. മെറ്റീരിയൽ ഡിസൈൻ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഒരു ഡിസൈനിങ് ഫീച്ചറിനെയാണ്, പുതിയൊരു ഡിസൈൻ കൺസെപ്റ്റിനെയാണ്
It included changes in UIs like a revamped navigation bar change വന്നു, better style notification for the lock screen. അതുപോലെ it brought the flat design concept. Google created more enhancement to Android devices battery life with a DOS mode where background apps are killed once the show is turned off. ഇപ്പോൾ ഡോസ് മോഡൊക്കെ കൊണ്ടുവന്നത്, അതായത് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആപ്സിനൊക്കെ കില്ല് ചെയ്യുക, അങ്ങനെ ബാറ്ററി ലൈഫ് സേവ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ആൻഡ്രോയിഡ് 5-നകത്ത് വന്നതാണ്. ദെൻ 6.1 മാർഷ്മാലോ. ആക്ച്വലി ഈ മാർഷ്മാലോ എന്നുള്ളത് വേറൊരു നെയിമിലാണ് വന്നത്. 6 വേർഷൻ വാസ് ടു ബി കോൾഡ് ആസ് മെക്കാഡമിയ നട്ട് കുക്കി എന്നായിരുന്നു. Then it was released as Marshmallow in 2015 മെയിലാണ് വരുന്നത്. ബ്രോഡ് അഡീഷൻ ഓഫ് ദ മെമ്മറി മാനേജർ. അപ്പോൾ മെമ്മറി മാനേജർ കൊണ്ടുവന്നു. It was the first version that had native support for unlocking the smartphone with biometric. ഫിംഗർ പ്രിന്റ് വരുന്നത് മാർഷ്മാലോയിലാണ് കേട്ടോ. ദെൻ USB Type-C സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ആൻഡ്രോയിഡ് പേ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ മാർഷ്മാലോ. നൗഗറ്റ്. നൗഗറ്റ് വാസ് റിലീസ്ഡ് ഇൻ 2016. നൗഗറ്റിന്റെ റിലീസ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ന്യൂട്ടെല്ല വേണോ, അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്. ന്യൂട്ടെല്ല എന്നായിരിക്കും നെയിം എന്ന് പറഞ്ഞു. ആൻഡ് അങ്ങനെയാണ് പിന്നെ അത് നൗഗറ്റ് ആയത്. ആൻഡ്രോയിഡ് 7 നൗഗറ്റ് വാസ് റിലീസ്ഡ് ഇൻ 2016. ഇറ്റ് കെയിം ഔട്ട് വിത്ത് മൾട്ടി ടാസ്കിംഗ് ഫീച്ചേഴ്സ് എസ്പെഷ്യലി ഫോർ smartphones with bigger screens. Then it included split screen and fast switching between apps. Many changes behind the scenes were also made by Google, such as switching to a new JIT compiler that could speed up apps, etc. അപ്പോൾ നമ്മുടെ സ്പ്ലിറ്റ് സ്ക്രീൻ, അതുപോലെ ഒരു ആപ്പിൽ നിന്ന് വേറെലേക്കുള്ള സ്മാർട്ട് സ്വിച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതെല്ലാം ഹാർഡ്വെയർ ആണ്, അതായത് കമ്പൈലർ ഉണ്ടല്ലോ, ജിറ്റ് കമ്പൈലർ, അങ്ങനത്തെ കമ്പൈലേഴ്സും സ്പീഡപ്പ് ഉണ്ടാവാനുള്ള കാര്യങ്ങളൊക്കെയാണ് അത്. ഇപ്പോൾ 7-ലുണ്ടായ ചേഞ്ചസ് ആണ്. ഗൂഗിൾസ് ഓൺ സ്മാർട്ട് ഫോൺ പിക്സൽ എക്സൽ, LG V20, ഇതെല്ലാം ആൻഡ്രോയിഡ് 7 നൗഗറ്റിലാണ് ആദ്യം വരുന്നത്. ദെൻ ഓറിയോ, അഗെയിൻ കിറ്റ്കാറ്റ് പോലെ അടുത്തൊരു ബ്രാൻഡ് നെയിം എടുത്തതാണ് ഓറിയോ. It included many visual changes such as native support for picture-in-picture mode. നമ്മൾ വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ പിക്ചർ മോഡ് വരാറുണ്ട്. അതുപോലെ ഓട്ടോ ഫിൽ വരാറുണ്ടല്ലോ, പാസ്വേഡ്സ് ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓട്ടോ ഫിൽ മെത്തേഡ്, ന്യൂ ഓട്ടോ ഫിൽ APIs that could help in better managing the passwords and field data, നോട്ടിഫിക്കേഷൻ ചാനൽസ്. അപ്പോൾ ഇതൊക്കെയാണ് ഓറിയോൻ്റെ സ്പെഷ്യാലിറ്റീസ്. ദെൻ പൈ, ആൻഡ്രോയിഡ് 9. അപ്പോൾ പൈ വരെയാണ് നമ്മളുടെ ഈ കോൺഫെക്ഷണറി തീംസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റിലീസ്ഡ് ഇൻ 2018-ലാണ് പൈ വരുന്നത്. ദ ന്യൂ ഹോം ബട്ടൺ വാസ് ആഡഡ് വെൻ സ്വൈപ്ഡ് അപ്പ്. It brings the apps used recently, a search bar and suggestions of 5 app at the bottom. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഇപ്പോഴത്തെ ഫോൺസിലൊക്കെ കാണുന്നതാണ്. നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ആപ്സ് കാണാം, അതുപോലെ സെർച്ച് ബാർ, അങ്ങനത്തെ എല്ലാതും ഉണ്ടായിരിക്കും. Then there was a new option added of swiping left to see the currently running apps കാണണമെങ്കിൽ സ്വൈപ്പ് ലെഫ്റ്റ് ചെയ്താൽ മതി. അതുപോലെ ബാറ്ററി ലൈഫ് ഇംപ്രൂവ് ആയി. ദെൻ സുഷ് മോഡ് എന്താ, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡാണ്. അതായത് നമ്മളുടെ ഫോൺ ജസ്റ്റ് ഇങ്ങനെ ഫേസ് ഡൗൺ ആക്കി സർഫസിൽ വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ മീറ്റിംഗ് അങ്ങനത്തെ പ്രൊഫൈലൊക്കെ ചേഞ്ച് ആയില്ലേ, അതുമാതിരി ജസ്റ്റ് ഫേസ് ഡൗൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലേക്ക് മാറ്റും. അപ്പോൾ അത് പൈൻ്റെ ഒരു ഫീച്ചർ ആയിരുന്നു. അതുപോലെ ഡിജിറ്റൽ വെൽബീയിങ്, എ ഫീച്ചർ ദാറ്റ് എസെൻഷ്യലി ടെൽസ് യു ഹൗ ഓഫൻ യു യൂസ് യുവർ ഫോൺ, ദ ആപ്സ് ദാറ്റ് യു യൂസ് ദ മോസ്റ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിലുണ്ട് ഡിജിറ്റൽ വെൽബീയിങ്. 9 തൊട്ടുള്ള എല്ലാ വേർഷൻസിലും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വീക്കിലി ഒക്കെ ആകുമ്പോൾ റിപ്പോർട്ട് വരും, നമ്മൾ എത്ര യൂസ് ചെയ്യുന്നു, എവിടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ഡിജിറ്റൽ വെൽബീയിങ് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. അതുപോലെ ആൻഡ്രോയിഡ് 10. അപ്പോൾ along with the rollout of the latest version of Android, Google also announced a rebranding of the operating system, doing away with the naming scheme and instead sticking with the version number only. അപ്പോൾ 10 എന്നാണ് നമ്മളുടെ വേർഷൻ നമ്പർ മാത്രമാവുന്നത്, കോൺഫെക്ഷണറി തീം പോയി. ആൻഡ് ഗൂഗിൾ 2019-ലാണ് 10 വരുന്നത്. ആൻഡ് ഇറ്റ്സ് അനൗൺസ് എ ന്യൂ ലോഗോ ഫോർ ആൻഡ്രോയിഡ് ആൻഡ് എ ന്യൂ കളർ സ്കീം. അപ്പോൾ തുടക്കം തൊട്ടിട്ട് ഈ ഒരു ലോഗോ ആയിരുന്നു ആൻഡ്രോയിഡ് ഉണ്ടായിരുന്നത്, ഈ ഒരു ഗ്രീൻ കളർ. ആൻഡ് 10 തൊട്ട് ആൻഡ്രോയിഡിൻ്റെ ലോഗോ ഇതായി. ആൻഡ്രോയിഡും പിന്നെ ഇങ്ങനെ ഇതൊരു ചേഞ്ച് വന്നു. ആൻഡ്രോയിഡ് 10-ൽ ഉണ്ടായിരുന്ന ഒരു മേജർ ചേഞ്ച് ആയിരുന്നു ലോഗോ ഡിസൈനും കൂടി. ആൻഡ്രോയിഡ് 10 മാർക്ക് ദ എൻഡ് ഓഫ് ദ ആൻഡ്രോയിഡ് നാവിഗേഷൻ ബട്ടൺസ്. അപ്പോൾ ആൻഡ്രോയിഡ് 10 ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ഇപ്പോൾ അതിനകത്ത് ബട്ടൺസ്, നാവിഗേഷൻ ബട്ടൺ, ബാക്ക് മെനു ഇതൊന്നും ഇല്ല, പകരം സ്വൈപ്പിംഗ് ആണ്. നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ടോപ്പിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഒന്ന്, സെൻറ്ററിൽ നിന്ന് സ്വൈപ്പ് ചെയ്യാം, ലെഫ്റ്റിൽ നിന്ന് സ്വൈപ്പ് ചെയ്യാം.
അങ്ങനെയാണ് സ്വൈപ്പിംഗ് ആണ് കംപ്ലീറ്റ് ഉള്ളത് ഇപ്പോൾ. വൈൽ ആൻഡ്രോയിഡ് 9 kept the back button, Android 10 now uses gestures instead. ആൻഡ്രോയിഡ് 10 ഓൾസോ ബ്രോഡ് സിസ്റ്റം വൈഡ് ഡാർക്ക് മോഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് ആൻഡ്രോയിഡ് 10ൻ്റെ അകത്ത്. കംപ്ലീറ്റ് ഡാർക്ക് മോഡിലോട്ട് മാറാം. അനദർ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് സൗണ്ട് ആംപ്ലിഫയർ, ഫാസ്റ്റർ സെക്യൂരിറ്റി അപ്ഡേറ്റ്, ഡിജിറ്റൽ വെൽബീയിങ്, സെറ്റ് സ്ക്രീൻ ലിമിറ്റ്, വ്യൂ ആപ്പ് ആക്ടിവിറ്റി, മാനേജ് ആപ്സ് ആൻഡ് കണ്ടന്റ് റെസ്ട്രിക്ഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഗൂഗിളിൻ്റെ പാരൻ്റൽ കൺട്രോളിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആൻഡ്രോയിഡ് 10ൻ്റെ അകത്ത് ഫീച്ചേഴ്സ് ആയിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ലോഗോ ആണ്. അപ്പോൾ ഗൂഗിൾ റിലീസ് ആൻഡ്രോയിഡ് 11 ഓൺ സെപ്റ്റംബർ 8, 2020. ദെൻ മേജർ ഫീച്ചേഴ്സ് പറയുന്നത് കോൺവെർസേഷൻസ്. നമ്മളിപ്പം നോർമലി സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കോൺവെർസേഷൻ്റെ ടാബും കൂടി, നോട്ടിഫിക്കേഷൻ്റെ മേലെയായിട്ട് കോൺവെർസേഷൻസിൻ്റെ ലിസ്റ്റും കൂടിയും വരും. ഐ മീൻ ചാറ്റ്, മെസ്സഞ്ചറോ വാട്സാപ്പോ അങ്ങനെ എന്തെങ്കിലും ചാറ്റ്സിൻ്റെ ലിസ്റ്റ് കൂടെ വരും. ആൻഡ് ബിൽറ്റ് ഇൻ സ്ക്രീൻ റെക്കോർഡിംഗ്, നമ്മുടെ സ്ക്രീൻഷോട്ട് പോലെ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം, ലൈവ് റെക്കോർഡിംഗ് ചെയ്യാനുള്ള ഒരു ബിൽറ്റ് ഇൻ ഇതുണ്ട് അതിനകത്ത്. ദെൻ പ്രൊഡിക്റ്റീവ് ടൂൾസ്, ഇത് നമ്മൾ ഇപ്പോൾ യൂട്യൂബിനകത്തൊക്കെ ഉണ്ടാവില്ലേ ഈ ഇൻ്റലിജൻസ് വെച്ചിരുന്ന, ഇപ്പോൾ അതായത് നമ്മളുടെ റിപ്ലൈ ഒക്കെ അവർ ഗസ് ചെയ്യുക, അങ്ങനെ കുറച്ച് ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് ഇതൊക്കെ വരിക, റിപ്ലൈസ്, അങ്ങനെ ഇൻ്റലിജൻറ്റ് റിപ്ലൈയിങ് ഇത് പ്രൊഡിക്റ്റ് ചെയ്യുക, അങ്ങനത്തെ ടൂൾസ് ഉണ്ട്. ദെൻ ആക്സസ് ഈസി ആക്കുക, അതായത് വോയിസ് ആക്സസ് ഉണ്ടല്ലോ. ഇപ്പോൾ വോയിസ് ആക്സസ് കുറച്ചും കൂടി കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് ആൻഡ്രോയിഡ് 11. കൂടുതൽ കൺട്രോൾസ് ഉണ്ട്. ദെൻ ഡിവൈസ് കൺട്രോൾസ് എന്ന് പറയുന്നത് നമ്മളുടെ IoT ഉണ്ടല്ലോ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇപ്പം ഫോൺ ലൈറ്റൊക്കെ, ഐ മീൻ ലൈറ്റ്, ഫാൻ, അതെല്ലാം നമ്മളുടെ ഫോൺ വെച്ചിട്ട്, AC ഫോൺ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാമെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതാണ് IoT. അപ്പം അങ്ങനത്തെ ഡിവൈസസിനെ കൺട്രോൾ ചെയ്യാനെല്ലാം ആൻഡ്രോയിഡ് 11 ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഫിക്സസ് സെൻഡ് ടു യുവർ ഫോൺ ഫ്രം ഗൂഗിൾ പ്ലേന്ന് കുറച്ചും കൂടി കൂടുതൽ സെക്യൂരിറ്റിയും പ്രൈവസിയും കിട്ടുന്നുണ്ട് ആൻഡ്രോയിഡ് 11. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് 11. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ആൻഡ്രോയിഡ് എന്താണെന്നും ആൻഡ്രോയിഡിൻ്റെ ഹിസ്റ്ററി, ദെൻ ആൻഡ്രോയിഡിൻ്റെ വേർഷൻസ്, ജനറൽ വേർഷൻസ്, എല്ലാത്തിനെയും പറ്റി നമ്മൾ ആൻഡ്രോയിഡ് പഠിക്കുമ്പം ആൻഡ്രോയിഡിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. ആൻഡ്രോയിഡിൻ്റെ വേർഷൻസിനെ പറ്റിയും എല്ലാം അറിഞ്ഞിരിക്കുക. ദെൻ ഈ ക്ലാസ് കഴിയുമ്പോൾ, ഇത് കേട്ട് കഴിയുമ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫോണൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. സെറ്റിങ്സിലൊക്കെ പോയി ഏതാണ് നമ്മുടെ കറണ്ട് വേർഷൻ എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. സിസ്റ്റം മാനേജ്മെൻറ്റ്, സെറ്റിങ്സിൽ സിസ്റ്റം മാനേജ്മെൻറ്റ്, എബൌട്ട് ഫോൺ. അപ്പോൾ എബൌട്ട് ഫോണിൽ പോവാം. നിങ്ങളുടെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ, ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ആൻഡ്രോയിഡ് വേർഷനൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.